നമസ്കാരം സർ. നമസ്തേ. എന്തിനാ? വെള്ളാപ്പള്ളിയുടെ ഹൈക്കോടതി വിധിയെ പറ്റി എന്താണ് പറയാനുള്ളത്? അപൂർവം ചില സമയങ്ങളിൽ കോടതി വിധികൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ നാട്ടിൽ നിയമവാഴ്ച നടപ്പിലാകുന്നു എന്ന്. വെള്ളാപ്പള്ളിയെയും മറ്റ് SNDP ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കിയ ഹൈക്കോടതി വിധിയെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. നാരായണ ഗുരുവിനെയും SNDPയെയും ഈഴവ സമുദായത്തെയും വിറ്റ് തിന്ന് ജീവിച്ചു പോകുന്ന വെള്ളാപ്പള്ളിയോട് കടക്ക് പുറത്ത് എന്ന് ഹൈക്കോടതി പറഞ്ഞതാണ് ഈ വിധി. ഹൈക്കോടതി ജസ്റ്റിസ് T. രവിയാണ് വെള്ളാപ്പള്ളിയെ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SND യോഗത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. 2 റിട്ട് പെറ്റീഷനുകൾ തീർപ്പാക്കിക്കൊണ്ടാണ് ജഡ്ജി ഇങ്ങനെ വിധിച്ചത്. SNDP യോഗത്തിന്റെ അംഗങ്ങളായിരുന്ന അഡ്വക്കേറ്റ് MK ശശീന്ദ്രനും പ്രൊഫസർ MK സാനുവുമായിരുന്നു പരാതിക്കാർ. എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു വക്കീലാണ് MK ശശീന്ദ്രൻ എന്നാണ് എന്റെ അറിവ്. MK സാനു സാഹിത്യ ലോകത്തിന് ഏറെ പരിചിതനും. MK സാനു സാഹിത്യത്തിന് ഇക്കാലം അത്രയും നൽകിയ സംഭാവനയേക്കാൾ എത്രയോ ഇരട്ടി അർത്ഥപൂർണമാണ് വെള്ളാപ്പള്ളിക്കെതിരെ കൊടുത്ത ഈ കേസ്. MK സാനു ഈ സന്തോഷം പങ്കിടാനില്ല. കഴിഞ്ഞ ആഗസ്റ്റ് മാസം മരിച്ചു. കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത SNDPയുടെ വാർഷിക റിട്ടേൺസ് 2006 മുതൽ ഫയൽ ചെയ്തിട്ടില്ല എന്നതാണ് കേസ്. കമ്പനീസ് ആക്ടിന്റെ 164 ഉപവകുപ്പ് 2 പ്രകാരം തുടർച്ചയായി 3 വർഷം ഔദ്യോഗിക ഭാരവാഹികൾ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്തില്ലെങ്കിൽ അവർ അയോഗ്യരാക്കപ്പെടും. അടുത്ത 5 വർഷത്തേക്കാണ് ഇങ്ങനെ അയോഗ്യരാകുക. ഈ വകുപ്പ് പ്രകാരമാണ് വെള്ളാപ്പള്ളിയും മറ്റ് ഭാരവാഹികളെയും കോടതി അയോഗ്യരാക്കിയിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ SNDP ഭരണം അഡ്മിനിസ്ട്രേറ്ററുടെയോ റിസീവറിന്റെയോ കീഴിലായിരിക്കും. അഡ്മിനിസ്ട്രേറ്ററോ റിസീവറോ കോടതിയുടെ നിയമനമാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരിക്കും. മറിച്ച് സംസ്ഥാന സർക്കാരാണ് റിസീവറെ നിയമിക്കുന്നതെങ്കിൽ കേസുകളെല്ലാം തേച്ചു മായ്ച്ചു കളയാനാണ് സാധ്യത. കാരണം വെള്ളാപ്പള്ളിക്കെതിരെ വന്ന ഗുരുതരമായ കേസുകളൊക്കെ കേരള സർക്കാർ മായ്ച്ചു കളയുകയായിരുന്നു നാളിതുവരെ. 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ നീക്കമായിരുന്നു. ലെക്ചറർ ജോലിക്ക് SNDP സ്ഥാപനങ്ങൾ 1 കോടി രൂപ വരെ വാങ്ങുന്നു എന്ന ആരോപണം വന്നെങ്കിലും അതിലൊന്നും ഒരു വ്യക്തമായ അന്വേഷണം നടന്നതായി കാണുന്നില്ല. അടുത്തത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാത്തതിന്റെ കാരണം കണിച്ചുകുളങ്ങരയിലെ SNDP ബ്രാഞ്ച് അടച്ചു. വെള്ളാപ്പള്ളിയുടെ സ്വന്തം സ്ഥലമാണ് കണിച്ചുകുളങ്ങര. കുറ്റക്കാർക്കെതിരെ യാതൊരു നടപടിയും എടുത്തതായി അറിവില്ല. SNDPയിലെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന KK മഹേശന്റെ ദുരൂഹ മരണവും മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. 2022 കോടതി നിർദ്ദേശത്തെ തുടർന്ന് വെള്ളാപ്പള്ളിക്കും മകനുമെതിരെ കേസെടുത്തെങ്കിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. എല്ലാ അന്വേഷണങ്ങളിൽ നിന്നും പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചു നിർത്തും. ഏതായാലും ഹൈക്കോടതിയുടെ ഈ വിധി ഒരു സാധ്യതയാണ്. കഴിഞ്ഞ 30 കൊല്ലമായി വെള്ളാപ്പള്ളി കുടുംബസ്വത്താക്കി മാറ്റിയിരിക്കുന്ന SNDPയെ സ്വതന്ത്രമാക്കാനുള്ള ഒരു സാധ്യത. 1995 കള്ള് കച്ചവടവും റെയിൽവേ കോൺട്രാക്ട് പണിയുമായി നടന്നിരുന്ന ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള വെള്ളാപ്പള്ളി SNDPയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അതിന് കാരണമായത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ശിവഗിരി മഠത്തിലേക്ക് നടന്ന പോലീസ് ആക്ഷൻ ആയിരുന്നു. കോടതി വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു 1995 ഒക്ടോബർ 11 പോലീസ് നടപടി. തിരഞ്ഞെടുപ്പിൽ ശിവഗിരിയിലെ ഭരണം പ്രകാശാനന്ദയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാർക്ക് അനുകൂലമായി വന്നപ്പോൾ അധികാര കൈമാറ്റത്തിന് ഏറെ നാൾ ആശ്രമം അടക്കി ഭരിച്ചിരുന്ന ശാശ്വതീകാനന്ദൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് കോടതി ഉത്തരവ് പ്രകാരം പോലീസ് ശിവഗിരിയിൽ എത്തിയത്. ശിവഗിരി ആശ്രമത്തെ അസാൻമാർഗിക മാർഗങ്ങളാൽ കളങ്കപ്പെടുത്തുകയും രാഷ്ട്രീയ ഉപജാപങ്ങളിൽ പങ്കാളിയാകുകയും ചെയ്ത വിവാദ പുരുഷനായിരുന്നു ശാശ്വതീകാനന്ദ. പോലീസ് ആക്ഷൻ സമയത്ത് ശാശ്വതീകാനന്ദന്റെ സഹായത്തിനായി പോലീസിനെ ആക്രമിക്കാൻ നിയോഗിതരായത്
അബ്ദുൽ നാസർ മദനിയുടെ PDP-യിലെ അംഗങ്ങളായിരുന്നു എന്ന് ഓർക്കുക. മറ്റൊരു അയോധ്യ ഉണ്ടാകാതിരിക്കാനാണ് തങ്ങൾ ഇടപെട്ടതെന്നാണ് മദനി അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ശാശ്വതീകാനന്ദനെ പിന്തുണച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗപ്രവേശം ചെയ്യുന്നത്. ആ വർഷം തന്നെയാണ് വെള്ളാപ്പള്ളി SNDP ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിന്നില് ശാശ്വതീകാനന്ദന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി SNDP-യുടെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നു എന്ന വിഷയത്തിൽ ശാശ്വതീകാനന്ദനും വെള്ളാപ്പള്ളിയുമായി ഇടഞ്ഞു. 2002 ജൂലൈ 1-ാം തീയതി നീന്തൽ വിദഗ്ധനായിരുന്ന ശാശ്വതീകാനന്ദൻ പുഴയിൽ മുങ്ങി മരിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ടായിരുന്നു എങ്കിലും 2015 മറ്റൊരു വിവാദ മദ്യവ്യവസായിയായ ബിജു രമേശൻ ശാശ്വതീകാനന്ദനെ കൊന്നതാണെന്നും അതിന് പിന്നിൽ വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു. ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. വെള്ളാപ്പള്ളിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെള്ളാപ്പള്ളിക്ക് ഈ വർഷം ലഭിച്ച പത്മഭൂഷൺ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പ്രബോധന സംരക്ഷണ സമിതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് D. അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് 2003 മുതൽ 2014 വരെ ലഭിച്ച ഫണ്ട് മൈക്രോ ഫിനാൻസിന്റെ പേരിൽ വെള്ളാപ്പള്ളി തിരിമറി നടത്തി എന്ന കേസും മറ്റ് ക്രിമിനൽ കേസുകളും നേരിടുന്ന വെള്ളാപ്പള്ളിയെ പത്മഭൂഷൺ നൽകി ആദരിക്കുന്നത് തടയണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ കാണുന്ന മറ്റ് ചില കാരണങ്ങളാണ്. SNDP യോഗം ഉണ്ടാക്കിയത് നാരായണ ഗുരുവാണ്. നാരായണ ഗുരു എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി. മദ്യം ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് നാരായണ ഗുരു പറഞ്ഞു. പക്ഷേ വെള്ളാപ്പള്ളിക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബാറുകളുണ്ട്. ബ്രാഹ്മണിസത്തിനെതിരെ പൊരുതി ജയിച്ച ആളായിരുന്നു നാരായണ ഗുരു. അതിന്റെ ഭാഗമായാണ് നാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. പ്രാണപ്രതിഷ്ഠ നടത്താൻ താന്ത്രിക വിധിപ്രകാരം ബ്രാഹ്മണനെ കഴിയൂ എന്നിരിക്കെയാണ് ഈഴവനായ നാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അതിനെതിരെ വിമർശനങ്ങൾ വന്നപ്പോൾ താൻ പ്രതിഷ്ഠിച്ച ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞ് നാരായണ ഗുരു വിമർശകരുടെ വായടപ്പിച്ചു. ബ്രാഹ്മണ്യത്തിന്റെ പൂണൂൽ അവർണരുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് പൊട്ടിച്ചെറിയുകയായിരുന്നു ശ്രീനാരായണ ഗുരു. പക്ഷേ വെള്ളാപ്പള്ളിയിലെത്തിയപ്പോൾ പല നാരായണീയ ക്ഷേത്രങ്ങളിലെയും പൂജാരിമാർ ബ്രാഹ്മണരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വർഷം കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം പണിക്ക് ഈഴവനെ അനുവദിക്കാതിരുന്ന തന്ത്രിമാരുടെ ശാഠ്യത്തിന് സർക്കാർ വഴങ്ങിയപ്പോൾ കഴകം ജോലി കിട്ടിയ വ്യക്തി അത് രാജിവെച്ച് രംഗം വിടുകയായിരുന്നു. ഈഴവൻ കഴകം പണി ചെയ്താൽ തങ്ങൾ ക്ഷേത്ര ഉത്സവ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞ തന്ത്രിമാരെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ക്ഷേത്ര കവാടത്തിന് പുറത്താക്കുകയായിരുന്നു വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ SNDP ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ വെള്ളാപ്പള്ളി അതിനു നേരെ കണ്ണടച്ചു. എന്നിട്ട് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന പഴയ സംഘപരിവാറിന്റെ തെരഞ്ഞെടുപ്പ് ഫോർമുല മാറ്റി നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കി തീർക്കുന്നതിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ശ്രമം. ഈഴവ സമുദായത്തെ ബ്രാഹ്മണരുടെ ഈഴവ സമുദായത്തെ ബ്രാഹ്മണരുടെ കാൽക്കീഴിൽ നിന്ന് മോചിപ്പിച്ച് അവരുടെ സ്വന്തം വ്യക്തിത്വവും ആത്മാഭിമാനവും വീണ്ടെടുക്കാൻ നാരായണ ഗുരു പരിശ്രമിച്ചപ്പോൾ ഈഴവ സമുദായത്തെ ബ്രാഹ്മണ്യത്തിന്റെ ചവിട്ടുമെത്തയാക്കി മാറ്റുകയായിരുന്നു വെള്ളാപ്പള്ളി. മരണത്തിന് മുമ്പ് ചെയ്ത തെറ്റുകളിൽ ഒന്നിനെങ്കിലും വെള്ളാപ്പള്ളിക്ക് ശിക്ഷ കിട്ടിയാൽ അത്രയും നന്ന്.